ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ലൊരു മുതിരത്തോരനാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ്. അതിനിതാ അരക്കപ്പ് മുതിര എടുത്തിട്ടുണ്ട് ഞാൻ. ഇത് കുതിർത്തൊന്നും വെച്ചിട്ടില്ല. ഇത് ഈ ഒരു ബ്രാൻഡായിരുന്നു ഞാൻ വാങ്ങിയിട്ടുള്ളത്. നല്ല മുതിരയായിരുന്നു കേട്ടോ. ഒട്ടും പൊടിയോ അഴുക്കോ മണ്ണോ ഒന്നും ഉണ്ടായില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതിയായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. വളരെ കുറച്ച് സമയം 2 മിനിറ്റ് മാത്രമാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് അതിന് മുമ്പായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇതാ ഈ ഒരു പാൻ ഞാൻ ഇതിനായിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ്. ഒരു പഴയ പാനാണ്. നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാനിലൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്ക്രാച്ച് വീണിട്ട് അതിൻ്റെ ആ കോട്ടിങ് ഇളകിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമുണ്ടാവില്ല. നമ്മൾ പല പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്ക് അത് ഇളകിപ്പോയിട്ട് അത് പിന്നെ കംപ്ലൈൻ്റ് ആയി പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പാനിലാട്ടോ ചെയ്യുന്നത്. ഇനി ഇത് ഞാനൊരു കുക്കറിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇത്രയും വലിയൊരു കുക്കർ എന്തിനാണ് വെച്ചിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ, ഇതാ ഇതുപോലെ ഒരു ചെറിയ കുക്കർ മതി. നമുക്ക് കുറച്ചധികം തന്നെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് തൂവിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വലിയ കുക്കർ. ഈ ചെറിയ ഒരു ക്വാണ്ടിറ്റിയല്ലേ നമ്മൾ മുതിര എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അധികം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിത് തലേ ദിവസം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രയും വെള്ളം ചേർക്കേണ്ടി വരില്ലായിരുന്നു. പക്ഷേ അതിന് വേറൊരു ടേസ്റ്റായിട്ടാട്ടോ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ കുതിർക്കാതെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ 4 കപ്പ് വെള്ളം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ വെള്ളം കുറച്ച് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് രസമൊക്കെ വയ്ക്കാനായിട്ട് നല്ലതാണ്. അതുകൂടെ കൊണ്ടാണ് ഞാൻ ഒരല്പം വെള്ളം കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി 4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഉപ്പ് ഇപ്പോൾ ചേർക്കുന്നില്ല. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 7 വിസിൽ ഞാൻ വേവിക്കുന്നുണ്ട്. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കണം. അതിന് 1.5 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ച് കാന്താരി മുളക് എരിവിനനുസരിച്ചുള്ളത്, 2 ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില, ഒരു 4 കഷ്ണം വെളുത്തുള്ളി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം. ഇത്രയാണ് അരയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ അരപ്പിന് വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ എടുത്ത് അതുപോലൊരു പാത്രമാണ് കേട്ടോ ഇത് കാണിക്കുന്നത്. ഇതൊരു നല്ല ഒരു പ്രോഡക്റ്റ് ആയിരുന്നു കേട്ടോ. ഇതിന് മുമ്പ് ഞാൻ ഷോർട്ട് വീഡിയോയിലോ മറ്റോ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ. ഇത് വെള്ളം ഉണങ്ങാതെ ഇരുന്നത് കൊണ്ടാണ് കേട്ടോ അത് ആ ഒരു വെള്ളം ഇങ്ങനെ പുള്ളിയായിട്ട് കണ്ടത്. വെള്ളം ഉണങ്ങുന്നതിന് മുമ്പ് എടുത്ത് വെച്ചിട്ടാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ നല്ല അടപ്പൊക്കെ ആയിട്ട് അടിപൊളിയായ സംഭവം തന്നെയാണ് കേട്ടോ. 4 പീസാണ് കേട്ടോ ഇത്. വില ഒരുപാടൊന്നുമില്ല. പിന്നെ എനിക്ക് റിവ്യൂവിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഈ ഒരു ലിഡ് നന്നായിട്ട് അടയില്ല എന്ന് പറഞ്ഞു. നന്നായിട്ട് അടയുന്നുണ്ട് കേട്ടോ. നമ്മളിത് ഇങ്ങനെ തട്ടി നോക്കിയാലും ഇളകി വരുന്നില്ല. പക്ഷേ അവർക്ക് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ലിഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാകുമായിരിക്കും. ചേർന്ന് അടഞ്ഞിരുന്നിട്ടുണ്ടാവില്ല. അതായത് ഇതിന് ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ. നല്ലതുപോലെ അടഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ടിരിക്കും. പക്ഷേ ഒട്ടും കട്ടില്ലാത്തൊരു സംഭവമാണ്. വളരെ ലോലമായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ ഒരുപാട് നാൾ ഉപയോഗിക്കാൻ തോന്നുന്നുണ്ട്. പിന്നെ ഫുഡ് ഐറ്റംസൊക്കെ നമുക്ക് എടുത്തിട്ട് ഫ്രിഡ്ജിലൊക്കെ വെക്കാമോ എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടായിരിക്കും. കാരണം വളരെ ക്വാളിറ്റി കുറഞ്ഞൊരു ലിഡൊക്കെയാണിത്. വളരെ ക്വാളിറ്റി കുറഞ്ഞതാണ്. അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ്. ഫ്രിഡ്ജിൽ പച്ചക്കറിയെ കട്ട് ചെയ്ത് വയ്ക്കാനൊക്കെ അടിപൊളി സംഭവമാണ് കേട്ടോ. അപ്പോൾ അതേ സംഭവം നമ്മുടെ കുക്കർ ഇവിടെ 7 വിസിൽ അടിച്ചിട്ടുണ്ട്. കുക്കർ ഞാൻ നല്ല തണുത്തതിന് ശേഷമാണ് കുക്കർ തുറന്നത്. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ രസത്തിലൊക്കെ ഒഴിക്കാനായിട്ട് നല്ലതാണ് കേട്ടോ. ഇത് ചേർത്തിട്ട് രസം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുമാണ്. വളരെ ഹെൽത്തിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് എടുത്തിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വെക്കുക. ഇപ്പം ഇന്ന് രസം വെക്കുന്നില്ല, നാളെയാണ് വെക്കുന്നത് കൊണ്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു മുതിരയിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തിട്ടില്ലായിരുന്നല്ലോ. ഒരു സ്വല്പം ഉപ്പ് ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ച് മാറ്റി വയ്ക്കാം. അപ്പം ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ മുതിര തോരൻ വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞാൻ ഗ്യാരണ്ടിയാണ് കേട്ടോ. എത്ര നമുക്ക് കഴിച്ചാലും മതി വരാത്തൊരു തോരനാണിത്. ഇനി നമുക്ക് ഒരു കടായി വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കടായിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കണ്ടോ ഇതിൻ്റെ സെൻറ്ററിൽ വെളിച്ചെണ്ണ നിൽക്കില്ല. അതുകൊണ്ട് തന്നെ കടുക് ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് പൊട്ടി വരില്ല. കണ്ടോ അവിടെ വെളിച്ചെണ്ണ നിൽക്കത്തില്ല, ചുറ്റും അങ്ങ് പോകും. പിന്നെ ഇതുപോലെയൊക്കെ നമ്മൾ കറക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചൊക്കെ വെച്ചിട്ടാണ് ഞാൻ സാധാരണ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ പൊട്ടി വരാനൊരു അല്പം ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ചെറിയ രീതിയിലൊക്കെ പൊട്ടി വന്നു. അപ്പോൾ അതേ ഇവിടെ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് കടുക്. ഇനി നമുക്കിതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ചെറിയ ഉള്ളിയാരും ചേർക്കാറില്ല കേട്ടോ. സാധാരണ തോരലൊന്നും ഞാൻ അങ്ങനെ ചേർക്കാറില്ല. ചേർക്കുന്നത് കൊണ്ട്
തെറ്റുണ്ടെന്നല്ല പറഞ്ഞത്, ഞാൻ ചേർക്കാറില്ല, തോരനൊന്നും അങ്ങനെ ചെറിയ ഉള്ളി ചേർക്കാറില്ല കേട്ടോ. അപ്പോൾ അതേ വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവോള, ഒരല്പം വലുത് തന്നെയായിരുന്നു, ഒരുപാട് വലുതില്ല, ഒരു മീഡിയം സൈസിൽ. അത് തീരെ പൊടിയായിട്ടല്ല അരിഞ്ഞിട്ടുള്ളത്, ഒരുവിധം ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് ഒരല്പം ഇതിലേക്കൊന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. അപ്പോൾ ചെറിയ കഷ്ണം ഇഞ്ചിയല്ല, വലിയ കഷ്ണം എടുത്താലാണ് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെക്കാനായിട്ട് നല്ലത്. ഞാൻ ഇഞ്ചി തോലൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ വലുതായിട്ട് തന്നെ ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. അത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കണ്ടോ, ഇഞ്ചിയുടെ നാര് കണ്ടോ, ആരെന്നും ഒക്കെ പറയും കേട്ടോ. ഇത്രയും വലിയ ആരമുള്ള അല്ലെങ്കിൽ നാരുള്ള ഇഞ്ചി ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല കേട്ടോ. ഭയങ്കര ഇതിനകത്ത് കിടന്നിട്ട് നമുക്ക് എടുത്ത് കളയേണ്ടി വന്നു, ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി കേട്ടോ എനിക്ക്. അത്രയും വലിയ ആരുകളായിരുന്നു ഇതിലുണ്ടായിരുന്നത്, അല്ലെങ്കിൽ നാര്. എന്നിട്ട് ഇത് ശരിക്കും ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു ഇഞ്ചി, ഇപ്പോൾ ഇല്ല. അപ്പോൾ ഈ നാരും ആരും ഒക്കെ കാണുമ്പോഴാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളുടെ വില നമ്മൾ അറിയുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് പിന്നെ ഞാൻ നമുക്ക് അരപ്പിനും അതുപോലെ തന്നെ ഈ സവോളയ്ക്കും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുതിരയിൽ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും, കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. കാന്താരി മുളക് നമ്മൾ നല്ലതുപോലെ അരച്ചിട്ടുള്ളതാണ്. പിന്നെ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു പച്ചമുളക് കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചേർക്കുന്നില്ല, കാന്താരി മുളക് ആയതുകൊണ്ട് തന്നെ എരിവുണ്ടാവുമല്ലോ. എന്നിട്ട് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മുതിര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മുതിര നമുക്ക് അരപ്പ് ഇങ്ങനെ മുകളിലേക്ക് ആക്കണ്ട, ഇങ്ങനെ തന്നെ വെച്ചിട്ട് അടച്ച് വെച്ച് കൊടുക്കാം. ഒന്ന് കൂട്ടി ഒതുക്കി വെച്ച് കൊടുത്തിട്ട്, കാരണം ഈ അരപ്പ് മാത്രമായാലും ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പെരിഞ്ജീരകവും ചെറിയ ജീരകവും പച്ചമുളകും തേങ്ങ ഇതിൻ്റെ എല്ലാം പച്ച ചുവയൊക്കെ നല്ലതുപോലെ മാറി വരണം. അതുകൊണ്ടാണ് ഇത് അടിയിൽ തന്നെ ഇങ്ങനെ ആദ്യം അരപ്പ് ചേർത്ത് കൊടുത്തതും ഇങ്ങനെ അടിയിലാക്കി തന്നെ വെക്കുന്നതും. ഈ ആവിയിലിരുന്ന് നല്ലതുപോലെ ഒന്ന് വെന്തോട്ടെ. അപ്പോൾ ഈ മുതിരയിൽ നിന്നിറങ്ങുന്ന വെള്ളം കൊണ്ട് ഒന്നുകൂടി കരിഞ്ഞു പോകാതെ അരപ്പൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വരികയും ചെയ്യും. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കുഴഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ, പാകത്തിനാണ് നമ്മുടെ മുതിര ഇവിടെ വെന്ത് വന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. കൂട്ടത്തിൽ ഹൈപ്പ് കൂടി എന്ന് ചെയ്യണം. ഇനി ഇതെല്ലാം നന്നായിട്ട് ഇളക്കി അരപ്പൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ, കിട്ടുക്കാച്ചി ടേസ്റ്റായിരുന്നു. ഇതിൽ പെരുംജീരകത്തിൻ്റെ ടേസ്റ്റ് നല്ലതുപോലെ ഉണ്ട്. അതുകൊണ്ടായിരിക്കും ഇത്രയും ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പല വിധത്തിൽ മുതിര ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ അല്പം പെരുംജീരകമൊക്കെ ഒന്ന് അരച്ച് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാൻ ഉദ്ദേശിച്ചതുപോലെ നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. അതാണ് നിങ്ങൾക്ക് കൂടി ഞാൻ ഈ ഒരു രീതിയിൽ ഇത് ഷെയർ ചെയ്ത് തരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണേ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി വരാം. താങ്ക്